ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കലൂടെ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ മുന്നമേ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് അല്പസമയത്തെ വിചിന്തനത്തിനായി നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ഉപമ ഇങ്ങനെയാണ്: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. ഈ ഉപമ നമുക്കറിയാം. ഈ ഒരു വചനം കർത്താവ് നമുക്ക് വേണ്ടി നൽകപ്പെടുന്നതിന്, പ്രത്യേകിച്ച് ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ തിരുവചനങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ വചനങ്ങളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകണമേ. കർത്താവെ, ഞങ്ങൾക്കാവശ്യമായ രീതിയിൽ, ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കുന്ന രീതിയിൽ നീ ഞങ്ങൾക്ക് ഇതിൻ്റെ ആശയങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കണമേ. പ്രത്യേകിച്ച് വചനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെയും എല്ലാം വ്യക്തിപരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങൾ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സ്വർഗീയ ത്രോണോസിന് മുമ്പാകെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ഇന്ന് വായിച്ച് കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ കർത്താവിൻ്റെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. അവൻ ഈ ഉപമ പറഞ്ഞു: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിമരം നട്ടുപിടിപ്പിച്ചു. നമുക്കറിയാം, അത്തിമരത്തിൽ നിന്ന് അത്തിപ്പഴം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ ഉടമസ്ഥൻ ആ മുന്തിരിത്തോട്ടത്തിൽ അത്തിമരം നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെ അത്തിപ്പഴത്തിൻ്റെ കാലമായപ്പോൾ അത്തിയിൽ പഴങ്ങൾ ശേഖരിക്കാൻ തക്കവണ്ണം ആ യജമാനൻ കടന്നു വരുമ്പോൾ അതിൽ പഴങ്ങളൊന്നും കണ്ടില്ല, ഫലങ്ങളൊന്നും കണ്ടില്ല. അദ്ദേഹം ഏറെ വേദനിച്ചു. ഉടനെ അദ്ദേഹം തൻ്റെ കൃഷിക്കാരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്: 3 വർഷമായി ഞാൻ ഈ അത്തി വൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിക്കുന്നു, എന്നാൽ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. ഉടനെ മറുപടി എന്നോണം ആ കൃഷിക്കാരൻ പറയുന്നുണ്ട്: യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടാം, വെള്ളമൊഴിക്കാം. മേലിൽ അത് ഫലം നൽകുന്നില്ല എങ്കിൽ അതിനെ വെട്ടിക്കളഞ്ഞുകൊള്ളുക. കൃഷിക്കാരൻ പറയുന്നുണ്ട്: ഈ ഒരു വർഷം കൂടെ ഇതിന് ഒരു അവസരം കൊടുക്കുക. ഞാനതിന് ഒന്നുകൂടെ അതിന് ചുറ്റും കിളയ്ക്കാം, വളമിടാം, വെള്ളമൊഴിക്കാം, ഒന്നുകൂടെ പരിചരിച്ച് നോക്കാം, ഒന്നുകൂടെ കെയർ ചെയ്ത് നോക്കാം. എന്നിട്ടും ഫലം നൽകുന്നില്ലെങ്കിൽ അതിനെ വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഈ ഉപമ നമ്മൾ ചിന്തിക്കുമ്പോൾ ഫലമില്ലാത്തത് കൊണ്ടാണ് അതിനെ വെട്ടിക്കളയാനായിട്ട് യജമാനൻ പറയുന്നത് നമ്മൾ ചിന്തിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഈ വചനം നമ്മോട് പറയുന്ന ഒരേ ഒരു കാര്യം: എന്തുകൊണ്ടാണ് ഈ വൃക്ഷത്തിന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്തത്? മറ്റെല്ലാ വൃക്ഷങ്ങളും മറ്റെല്ലാ അത്തിമരങ്ങളും അതിൻ്റെ ഫലം പുറപ്പെടുവിക്കേണ്ട സമയമാകുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മാത്രം ഇതിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നില്ല? നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ വചനം കേൾക്കുമ്പോൾ അനുതാപം ഉണ്ടാകണം, പാപചിന്ത ഉണ്ടാവണം. ഞാൻ ചെയ്ത മേഖലകൾ, എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഓർത്ത് പശ്ചാത്തപിക്കണം, ഒരു നല്ലൊരു ജീവിതം നയിക്കണം. പക്ഷേ നോമ്പുകാലം വന്നു, കുമ്പസാരം കഴിഞ്ഞു, പക്ഷേ എന്നിട്ടും എൻ്റെ ഗതി അധോഗതി തന്നെ. എനിക്കൊരു ഉയർച്ചയില്ല. പല ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടി, പല പ്രശസ്തരായ ധ്യാനഗുരുക്കന്മാരുടെ ചെന്നു. അവരെല്ലാം പറഞ്ഞതെല്ലാം കേട്ടു, യൂട്യൂബിലൂടെ കേട്ടു, ഡയറക്റ്റ് കേട്ടു, എന്നിട്ടും ഒരു ഉയർച്ചയില്ല. എന്ത് പറ്റി? പലരും നിരാശപ്പെട്ടു പോകുന്നിടത്ത് ഒരേ ഒരു ചിന്ത മാത്രം: എന്തുകൊണ്ടാണ് നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്തത്? പുറമേ എല്ലാം ചെയ്തു,
അകത്തേക്കൊന്നും കയറിയിട്ടില്ല. കാരണം നിനക്ക് അനുതാപമില്ല. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ അനുതാപമില്ല. തൊട്ട് മുമ്പിൽ 13-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം തൊട്ട് പറയുന്നുണ്ട്. 3 തൊട്ടുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിച്ചു പോകും. കർത്താവ് അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്ന ഉപമയാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. 5-ാം വചനം പറയുന്നുണ്ട്, അല്ല ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പശ്ചാത്താപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷികമാണ്. വചനം കേൾക്കുമ്പോൾ ആ വചനത്തെ സ്വീകരിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവമേ തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് ഏറ്റു പറയാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ വിജയമാണ്. പലരും കുമ്പസാരം പോലും ഉപേക്ഷിച്ചവരുണ്ട്. ഞങ്ങൾക്ക് കാര്യമായ പാപങ്ങളൊന്നുമില്ല, എല്ലാം ഞാൻ ദൈവത്തോട് ഡയറക്റ്റ് പറഞ്ഞോളാം. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചോണം. നിൻ്റെ ജീവിതത്തിൽ പാപമില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പാപാവസ്ഥ. ഞാൻ ക്ലിയർ ആണെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പാപാവസ്ഥ. ഈ ഭൂമിയിൽ ജീവിച്ചവൻ ക്രിസ്തു ഒഴികെ ബാക്കി എല്ലാവരും ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുള്ളവരാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പാപമില്ല എന്ന് പറഞ്ഞാൽ നീ കള്ളം പറയുന്നവൻ. പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരും, വീഴ്ചകൾ വരും, തെറ്റ് വീണിട്ടുണ്ടാവാം. പക്ഷേ അതിൽ കിടക്കാതെ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് ദൈവികത. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. ബലഹീനതകളെ തട്ടി അവൻ വീണിട്ടുണ്ടാവാം. എന്നാൽ ആ ബലഹീനതയെ പഴിചാരി അവിടെ നിൽക്കുന്നതിനേക്കാൾ ഉപരി അതിനെ എതിർത്ത് അതിനെതിരെ പോരാടി ആ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് ദൈവികത. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ ഒരു വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ കുഴപ്പം അതിന് ഫലം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ജീവിതത്തിലെ കുറവ് അതിനൊരിക്കലും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഫലം കൊടുക്കാൻ പറ്റാത്തത്? എനിക്ക് വളം കിട്ടുന്നുണ്ട്, എനിക്ക് വെള്ളം കിട്ടുന്നുണ്ട്, എനിക്ക് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, എനിക്ക് നല്ല ക്ലൈമറ്റ് ഉണ്ട്, ഫലം ഉണ്ടാകേണ്ട ക്ലൈമറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തുകൊണ്ട് പറ്റിയില്ല? യജമാനൻ ഓരോ തവണ വരുമ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇവനൊന്ന് മാറും, ഇവരിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കും. അതൊന്നും ലഭിക്കാതെ വന്നപ്പോൾ ആ യജമാനൻ അവരെ നോക്കി സങ്കടപ്പെടുകയാണ്. മറ്റൊരു വചനം ഇങ്ങനെ കാണുന്നുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിച്ചു വരുമ്പോൾ ധ്യാനിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇതാ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നട്ടത് നല്ല മുന്തിരിയാണ്, പക്ഷേ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിങ്ങകളാണ്. ഞാൻ നല്ല മുന്തിരി നട്ടു, ഞാൻ ആഗ്രഹിച്ചത് നല്ല മുന്തിരികളാണ്, മുന്തിരിപ്പഴങ്ങളാണ്, പക്ഷേ എനിക്ക് കിട്ടിയത് കാട്ടുമുന്തിരിങ്ങ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കാൻ, ദൈവം ആഗ്രഹിച്ചതല്ല എനിക്ക് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ഞാനൊരു പരാജയമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലാക്കി നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് ദൈവത്തിന് വേണ്ടി അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ കൈകളും കാലുകളുമായി ജീവിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് പ്രതിപുരുഷരായി നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എവിടെയെല്ലാം ദൈവത്തെ ഉയർത്തി കാണിക്കണോ അവിടെയെല്ലാം നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ആ മേഖലകളെ ഓർത്ത് പശ്ചാത്തപിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകണം. യെശയ്യാപ്രവചനം 66-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം, ആത്മാവിൽ അനുതാപവും എളിമയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അനുതാപം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷികമാണ്, വേണം. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപ ഹൃദയം ഉണ്ടാവണം. വചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവചനം ആദ്യമേ യേശുതമ്പുരാൻ സുവിശേഷം അറിയിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമ്മുടെ ജീവിതയാത്ര എങ്ങോട്ടാണ്? വചനം കേട്ടാലും മാനസാന്തരമില്ല. ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതം കണ്ടിട്ടും അവരെ രക്ഷപ്പെടുന്നത് കണ്ടിട്ടും നമുക്ക് മാറ്റമില്ല. നമ്മളിപ്പോഴും ഈ കല്ലിൻ്റെ അവസ്ഥ, കാറ്റടിച്ചാലും കല്ലിന് മാറ്റം ഉണ്ടാവില്ലല്ലോ. അതേ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിക്കാം, അനുദപിക്കാം. നമ്മുടെ ജീവിത മേഖലകളെ ഓർത്ത് ആഴത്തിൽ പശ്ചാത്തപിക്കാം. പ്രത്യേകിച്ച് ഓരോ വചനം കേൾക്കുമ്പോഴും ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ അവസാനത്തെ ദിവസമായിട്ട് കരുതാം. ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന്
ചിന്തിക്കണം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. മരിക്കുന്നതിന് മുമ്പൊന്ന് പശ്ചാത്തപിച്ചാൽ സ്വർഗരാജ്യം നമുക്ക് ലഭിക്കും. എന്നാൽ നേരെ മറിച്ച് പ്രിയപ്പെട്ടവരെ, ഞാൻ പെർഫെക്റ്റ് ആണെന്ന ചിന്തയോടെ കൂടെ മുമ്പോട്ട് ഓടുമ്പോൾ എനിക്ക് ഒത്തിരി ജീവിതം മുമ്പിലുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുക നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഓരോ നിമിഷവും മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഫലം നൽകാത്ത അത്തിവൃക്ഷമായിട്ടല്ല, ഫലം നൽകുന്ന അത്തിവൃക്ഷമായി തീരാൻ നമുക്കിടയാകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ചാലകമായി നമുക്ക് മാറാം. പരിശുദ്ധ തൃത്വം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒരു വചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. 15-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വചനം കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ, ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥനയും തിരുവചന പാരായണവും ഒക്കെ നമ്മുടെ ജീവിതചര്യകളാക്കി മാറ്റാം. ദൈവത്തോട് ആലോചന വയ്ക്കാം. ഞാൻ വസിക്കുന്നത് ദൈവത്തിലാണോ? ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ലോകത്തോടുള്ള മൈത്രിയാണോ, ലോകത്തോടുള്ള ആഗ്രഹങ്ങളാണോ ഞാൻ പേറി നടക്കുന്നത്? തിരുവചനം പറയുന്നുണ്ട്, യാക്കോബിൻ്റെ ലേഖനത്തിൽ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് പറയുന്നുണ്ട്. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അപ്പം അതുകൊണ്ട് ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ ഹിതങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകാം. ദൈവം എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വിട്ടത് ദൈവഹിതം നിറവേറ്റാനാണ്. ഒരു അത്തിവൃക്ഷം യജമാനൻ തൻ്റെ തോട്ടത്തിൽ നടുമ്പോൾ യജമാനൻ്റെ ആഗ്രഹം ഇതിൽ നിന്ന് ധാരാളം അത്തിപ്പഴങ്ങൾ പറിക്കണം, ഭക്ഷിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓരോന്നിനും ഓരോ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണമെന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറ്റൊരു വചനം പറയുന്നു, യോഹന്നാൻ 15:16: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. സ്വർഗം ആഗ്രഹിക്കുന്നത് 1-2 ഫലം പുറപ്പെടുവിക്കുന്നതല്ല, നിങ്ങൾ നിറപടിയായി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. നിറപടിയായിട്ട് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ക്രിസ്തു എൻ്റെ ഉള്ളിൽ നിറയണം. എൻ്റെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കണം. ദൈവപിതാവിൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുമ്പോഴാണ്, ദൈവപിതാവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ നയിക്കപ്പെടുമ്പോഴാണ് കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക. നിൻ്റെ നടത്തം, നിൻ്റെ നോട്ടങ്ങൾ, നിൻ്റെ യാത്രകൾ, പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ഇന്നലകളിൽ നിൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നിൻ്റെ ഇന്നലകളിൽ നിൻ്റെ പാപ പ്രലോഭനങ്ങളും പാപ ചാഴ്ചലുകളും ഒക്കെ ഓർത്ത് നീ പേടിക്കേണ്ട. അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈ കൊച്ചു ജീവിതം തന്നെ സമർപ്പിക്കുക. കർത്താവേ, ഇന്ന് ഈ നിമിഷം എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. വചനം പഠിപ്പിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി മാറി കർത്താവിനോട് ചേർന്ന് ഇനിയുള്ള ജീവിതം നയിക്കാൻ നമുക്കിടയാകട്ടെ. ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഹൃദയത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. യോഹന്നാൻ സുവിശേഷം 15:3: നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ്. വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. എന്നെ ശക്തനാക്കുന്നുള്ള സകലത്തിലും മതിയാവനാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 4:13. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാം. വചനം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാം. വചനം നിറയുമ്പോൾ പാപപ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകും. ഞാൻ പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ
നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈ കൊച്ചു ജീവിതം ദൈവത്തിന് പ്രീതികരമായ ജീവിതമായി നമുക്ക് രൂപാന്തരപ്പെടുത്താം. ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അന്ധകാരത്തിൽ വെളിച്ചം, പ്രകാശം പരത്താൻ വേണ്ടിയാണ് നമ്മൾ തിരി കത്തിച്ചു വെക്കുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നെക്കൊണ്ട് ഈ ലോകം മുഴുവനും പ്രകാശം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനായിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ തിരിയായി കത്തിയെരിയാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒത്തിരി പേരെ ഒന്നും മാറ്റാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഒരാളെയെങ്കിലും എനിക്ക് മാറ്റാൻ പറ്റിയാൽ, ഒരാളെയെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നേടാൻ പറ്റിയാൽ അതല്ലേ വലിയ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന, കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി അനേകം കോടി ആത്മാക്കളെ നേടാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പുരോഹിതനും പ്രാസംഗികരായവരും ആത്മായരും എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, കർത്താവെ, എൻ്റെ ഈ ജീവിതം കൊണ്ട് അനേകം കോടി ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടാനുള്ള വലിയ അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുമുട്ടുന്നവരോട് ക്രിസ്തുവിനെക്കുറിച്ച് ഒന്ന് പറ. ക്രിസ്തുവിൻ്റെ വചനം നിൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനം നീ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ശ്രമിക്കുമ്പോൾ അറിയാതെ തന്നെ നീ ക്രിസ്തുവായി മാറും. ഒരിക്കൽ ഒരു കൊച്ചു ബാലൻ, ഒരു ക്രിസ്മസ് കാലയളവാണ്, കൊച്ചു ബാലൻ ആഗ്രഹിച്ചു, എനിക്കും ഒരു കേക്ക് വേണം. അവൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് അവൻ കടന്നു വന്നിട്ട് പറഞ്ഞു, അമ്മേ, എനിക്കൊരു കേക്ക് വേണം. അമ്മ ഏറെ ജോലികളൊക്കെ ചെയ്ത്, മറ്റുള്ളവർക്ക് ജോലികളൊക്കെ ചെയ്തു കൊടുത്ത് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ടാണ് ആ കുടുംബം മുമ്പോട്ട് പോകുന്നത്. ആ സമയത്ത് അമ്മയ്ക്ക് കഠിനമായ രോഗം ബാധിച്ച് അമ്മ കിടക്കുകയാണ്. ഈ കൊച്ചു കുഞ്ഞിൻ്റെ ആവശ്യം കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സങ്കടം വന്നു. കാരണം ജോലി ചെയ്യാനാവില്ല, അതുപോലെ രോഗം ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ അമ്മ തൻ്റെ കുഞ്ഞിനോട് പറഞ്ഞൊരു കാര്യം, മകനെ, യേശുവിൻ്റെ ഫോട്ടോ നമ്മുടെ വീട്ടിലുണ്ടല്ലോ, ആ ഫോട്ടോയുടെ മുമ്പിൽ പോയി നീ പറയണം, കർത്താവേ, എനിക്കൊരു കേക്ക് വേണം, യേശുവേ, എനിക്കൊരു കേക്ക് തരണം. ഈ കൊച്ച് അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ യേശുവിൻ്റെ രൂപത്തെ നോക്കി പറഞ്ഞു, യേശുവേ, എനിക്കൊരു കേക്ക് വേണം. ദിവസങ്ങൾ കടന്നു. ഈ കുഞ്ഞ് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ബേക്കറിയുടെ മുമ്പിൽ ഈ കൊച്ച് നിന്നു. അപ്പോൾ അവൻ കണ്ടു ഒത്തിരി കേക്കുകൾ, ക്രിസ്മസ് കാലഘട്ടമായതുകൊണ്ട് ഒത്തിരി കേക്കുകൾ ആ ബേക്കറിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു വാനിലേക്ക് കയറ്റുകയാണ്. ഈ കൊച്ച് തനിക്ക് കിട്ടുമല്ലോ എന്ന ചിന്തയോടുകൂടെ ആ കേക്ക് നോക്കി നിൽക്കുകയാണ്. ഉടനെ ആരോ വന്ന് പുറകിൽ അവനെ തട്ടി വിളിച്ചു. എന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് ഒരു കേക്ക് വെച്ചു കൊടുത്തു. ഉടനെ ആ കുഞ്ഞ് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവാണോ? ഉടനെ ആകാംക്ഷയോടെ ആ കേക്ക് നൽകിയ ആൾ ചോദിച്ചു, എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഉടനെ ആ കുഞ്ഞ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് ക്രിസ്തു കേക്ക് തരും. ആ കുഞ്ഞിന് കേക്ക് കൊടുത്തത് മറ്റാരുമല്ല, മദർ തെരേസയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ മദർ തെരേസയെ സ്വാധീനിച്ച ഒരു അനുഭവമാണ്. നമ്മൾ ചിന്തിക്കേണ്ടതും ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ക്രിസ്തുവിനെ, നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകണം. മറ്റുള്ളവരിൽ നമുക്ക് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റണം. എന്നിൽ ക്രിസ്തുവിനെ കാണണം, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ ഞാൻ കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഫലം ഇല്ലാത്ത അത്യവൃക്ഷമാകാനല്ല ദൈവം തിരഞ്ഞെടുക്കുക. ഈ ഒരു വർഷം എനിക്ക് നീട്ടി തന്നിരിക്കുന്നത് കാര്യമായിട്ട് ഫലങ്ങളൊന്നുമില്ലെങ്കിലും ഈ ഒരു വർഷം കൂടെ ദൈവം നീട്ടിത്തന്നത് നീ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. വെറും ഫലമല്ല, കൂടുതൽ ഫലം, കൂടുതൽ അനുഗ്രഹങ്ങൾ, കൂടുതൽ അഭിഷേകങ്ങൾ ചൊരിയുന്ന വ്യക്തിയായി നീ മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ കാലഘട്ടത്തിൽ ഒരു കൊച്ചു മദർ തെരേസയാകാം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വിശുദ്ധരായി മാറാം. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് മാറാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക, ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു? ഞാൻ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം സ്പോയിൽ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ത്യജിക്കുന്നത്? മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു പരാതിയോ പരിഭവമോ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ
സങ്കടം തോന്നില്ല, അമർഷം തോന്നില്ല. പൂർണ്ണ മനസ്സോടുകൂടെ സംതൃപ്തിയോടുകൂടെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പ്രത്യേകിച്ച് പ്രളയ കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് മറ്റുള്ളവരെ സഹായിക്കാനൊരു മനസ്സ്, നമ്മൾ വേദനിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ഒരു നന്മ കിട്ടാൻ തക്കവണ്ണം നമുക്ക് ഇറങ്ങി പുറപ്പെടാം. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമുക്ക് മുമ്പിട്ട് നിൽക്കാം. കാരണം എൻ്റെ ഉള്ളിൽ നിറയുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. പ്രവർത്തിക്കുന്നവനായ പിതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടല്ലോ. പ്രവർത്തിക്കുന്നവനായ യേശുതമ്പുരാൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടല്ലോ. പ്രവർത്തിക്കുന്നവനായ പരിശുദ്ധ റൂഹ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മടിയന്മാരാകാതെ പ്രവർത്തിക്കുന്നവരായി മാറണം. സമൂഹത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജോലി ചെയ്യുന്നവരായി, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറാൻ നമ്മുടെ ഈ ജീവിതം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കേട്ട വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഫലം ഇല്ലാത്ത അത്തിവൃക്ഷത്തെ പോലെയല്ല, ഫലം പുറപ്പെടുവിക്കുന്ന അത്തിവൃക്ഷമായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ പശ്ചാത്താപമില്ലാത്ത മേഖലകളിലേക്കെല്ലാം അങ്ങയുടെ ദിവ്യസ്നേഹം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവറി ക്രൂശിന്മേൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ തിരുരക്തത്താൽ ഞങ്ങളെല്ലാം പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അനുതാപമില്ലാത്ത, അനുദപിക്കാൻ പറ്റാത്ത മേഖലകളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായും ഞങ്ങളെ സമർപ്പിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.